എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആരോഗ്യത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇന്ന് എന്ത് എനർജിയിലാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തൊരു വിട്ടേക്കുക. കളക്റ്റീവാണ്. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി, നിങ്ങൾ ഇന്ന് അറിയേണ്ട കാര്യങ്ങൾ. ലവ് ബിഗിൻസ് ആണ്, ഹാർമണി, ഏസ് ഓഫ് സോർഡ്സ്, moving on, positive movement forward വന്നിട്ടുണ്ട്. ബോട്ടം മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ്. ഇപ്പോൾ സമൃദ്ധിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ജഡ്ജ്മെന്റ്, എംപ്രസ്, ഏസ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, ഫൈവ് ഓഫ് കപ്സ്, മജീഷ്യൻ. പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇതിൽ കാണുന്ന കുറേയധികം ആൾക്കാർക്ക് ഒരു പുതിയ തുടക്കം, അത് എല്ലായ്പ്പോഴും ഉള്ളതല്ല. ഇത് നിങ്ങൾ എന്തോ നേരത്തെ കൺഫേം ആക്കി വെച്ചിരുന്ന എന്തോ ഒരു കാര്യം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം ഇതിൽ എല്ലാം പുതിയ തുടക്കമാണ് വന്നിട്ടുള്ളത്. ഇത് ഏസ് ഓഫ് കപ്സ് ആണ്, ഏസ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരു പുതിയ തുടക്കമാണ്. പിന്നെ മജീഷ്യൻ വന്നിട്ടുണ്ട്, അത് തുടക്കമാണ്. പേജ് ഓഫ് വാൻഡ്സ് തുടക്കമാണ്, ഏസ് ഓഫ് വാൻഡ്സ് തുടക്കമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കൺഫേം ആക്കി റിപ്പീറ്റ് ചെയ്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തോ കാര്യങ്ങളിൽ നിങ്ങൾ ശരിക്കും നിങ്ങൾ പുതിയതാകാൻ പോകുന്നു. ചിലപ്പോൾ അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങളൊന്ന് ചേഞ്ച് വരുത്തണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിൽ ഇത് ഒരു ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. കാരണം ഈ ഒരു കാർഡിലുള്ള ഒരു മഴവില്ല് നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നു. അത് നിങ്ങൾ ഇപ്പോഴായിരിക്കും അത് അനുഭവിക്കാൻ തുടങ്ങുന്നത്. സ്നേഹം എന്താണെന്ന് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമൊന്നും കൊടുക്കാതെ നിങ്ങളുടെ കൂടെയുള്ളവരുടെ, അത് ഫാമിലി ആകട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ളവരാകട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങി എന്ന് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എത്രമാത്രമാണെന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇതിപ്പോൾ മറ്റാരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും സാരമില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത്രമാത്രം സ്നേഹം നിങ്ങൾക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഒരു പ്രൗഡായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഞാൻ കൊള്ളാലോ എന്ന് സ്വയം തോന്നുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലും വളരെ സന്തോഷമാണ് എന്നുള്ളതാണ്. പുതിയതായിട്ട് നിങ്ങൾ പിന്നെ വേറെ എന്തോ ഒരു കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ചിലപ്പോൾ ചില ആൾക്കാർ മെഡിറ്റേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, ചില ആൾക്കാർ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരുടെ മാറ്റി നിർത്തിയിട്ട്, എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പൂർണ്ണമായും വേണ്ട എന്നുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു
അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് നിങ്ങളെന്നാണ് ഇതിലുള്ള ഒരു ഏസ് ഓഫ് വാൺസ് പറയുന്നത്. അപ്പോൾ അതിൽ ശരിക്കും ആ ഒരു ത്രില്ല് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ പ്രണയം അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു പ്രണയം ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു ത്രില്ല് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. അത് പുതിയൊരു വേറൊരാളിനെ പ്രണയിക്കുന്നതിലല്ല, സ്വയം സ്നേഹിക്കുന്നതിലാണ്. അതിൽ എത്രമാത്രം ത്രില്ലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു അനുഭൂതിയിലാണ് നിങ്ങളെന്നാണ് കാണുന്നത് ഇന്നേ ദിവസം. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഹാർമണിയാണ്. അപ്പോൾ ഇതൊരു ലവേഴ്സ് കാർഡാണ്. അപ്പോൾ നിങ്ങൾ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മറ്റുള്ള എല്ലാവരും നിങ്ങളിൽ അട്രാക്റ്റഡ് ആകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ തോന്നും, നമുക്ക് ഇനി വേറെ ആരും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊരു തോന്നൽ വരും നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ. അപ്പം അത് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വാക്കാണെങ്കിലും അതിന് ഒരുപാട് നമ്മളെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു കാര്യമാണ് സെൽഫ് ലവ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഇതുവരെയും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് ആ പ്രാക്ടീസ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്വയം സ്നേഹിച്ച് തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, മറ്റുള്ള എല്ലാവരും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും. നിങ്ങളെ വെറുത്തു പോയവരും നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയവരും നിങ്ങളെ പാര വെച്ചവരും ഒക്കെ നിങ്ങളിലേക്ക് തിരികെ വരും. അപ്പോൾ ഇതിൽ ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു ബന്ധം, ഒരു ആള് നിങ്ങളിലേക്ക് വരുന്നു. അത് വളരെ ഹാർമണിയാണെന്നാണ് കാണുന്നത്. നമുക്കൊരു ശരിക്കും ഒരു ജീവിതം പൂർണ്ണതയിലെത്തിയ ഒരു അവസ്ഥയാണ് ഇന്നേ ദിവസം ഉണ്ടാകുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഒരു എൻഗേജ്മെന്റ് ചിലപ്പോൾ ഈ മാസം നടത്താൻ പറ്റില്ലായിരിക്കും. പക്ഷെ അത് അങ്ങനത്തെ ഒരു വിവാഹത്തിലേക്ക് പോകുന്ന ഒരു കാര്യം ഇന്നേ ദിവസം ചെയ്യും എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾ കണക്ഷൻ ഉള്ള ഒരാളിനെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്ന് നിങ്ങളെ പിരിഞ്ഞു പോയ ആരോ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വരുന്നുണ്ടായിരിക്കാം. അതിലൊരു വളരെ സന്തോഷമുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചുറപ്പിക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന ഒരാളുമായിട്ട്, ഒരു നല്ല സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല സുഹൃത്താകാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുമായിട്ട് ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുമായിരിക്കും നിങ്ങൾക്ക്. അത് വളരെ സന്തോഷത്തിലാണ് ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ എന്നാണ് കാണുന്നത്. ഇതിൽ ട്രയംഫ് ആൻഡ് സക്സസ് ആണ്. ഇതൊരു ഏസ് ഓഫ് സോർട്സ് ആണ്. ഇതും ഒരു പുതിയ തുടക്കമാണ്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രമാണ് ഈ ഒരു തുടക്കത്തിലേക്ക് പോകാനെന്ന് കാണുന്നുണ്ട്. ഇതിൽ ഈ ഒരു റീഡിങ്ങിൽ കുറേ തുടക്കങ്ങൾ വരുന്നു, കുറേ കാര്യങ്ങളിൽ നിങ്ങൾ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. ഒരു കാര്യമല്ല, കുറേയധികം കാര്യങ്ങളിൽ നിങ്ങൾ പുതിയ തുടക്കം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമുണ്ട്. ഇത് ഈസി അല്ല. കാരണം ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ഒരു വിക്ടറിയാണത്. ആ വിക്ടറി നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ ചിലപ്പോൾ എല്ലാം തകർന്നു പോയിട്ട് ഒന്നേന്നും ഉണ്ടായതായിരിക്കാം. ഒരു പൂജ്യത്തിൽ നിന്ന് നിങ്ങൾ ശരിക്കും ഇപ്പോൾ ഒരു ഹീറോ ആയ ആൾക്കാരായിരിക്കാം. അപ്പോൾ അത്രയും വലിയ സക്സസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈസി ആയി കിട്ടുന്നതിന് വളരെ മൂല്യം കുറവാണ്, ഈസി ആയിട്ട് കിട്ടുന്നൊരു കാര്യം. പക്ഷേ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടി നമുക്കൊരു സക്സസ് ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ വിജയത്തിൻ്റെ ആ ഒരു മാധുര്യം വളരെ വലുതായിരിക്കും. അങ്ങനെ ഒരു വിജയം നിങ്ങൾക്ക് കിട്ടി എന്ന് കാണുന്നുണ്ട്. ആ വിജയം പക്ഷേ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ അത് ഉപയോഗിക്കുന്ന രീതി ഏതാണ്, അത് ഒന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ എന്ന് കാണുന്നുണ്ട്. കാരണം ഇതൊരു വാളാണ്. ഇതിന് നമുക്കറിയാലോ, വാളിന് എല്ലാ കാര്യങ്ങളെയും വെട്ടി മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് വേണമെങ്കിൽ കൂടെ പറയാം. മറ്റുള്ള നിങ്ങളുടെ തടസ്സങ്ങളെയൊക്കെ ശരിക്കും വെട്ടിക്കളയാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരാണ്. കാരണം നിങ്ങൾ തീയിൽ കുരുത്തതായിരിക്കും. പെട്ടെന്നൊന്നും നിങ്ങൾ വാടിപ്പോകാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രതിബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉള്ള പ്രതിബന്ധങ്ങളെയൊക്കെ നിങ്ങൾക്ക് വെട്ടി മാറ്റി കളയാൻ പറ്റും. പിന്നെ ഇത് ചിലർക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുമ്പം നിങ്ങൾ മുന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ട് ഭയപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച്
പേടിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു കാര്യം അത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വർത്ത് അറിഞ്ഞുകൂടായിരിക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് എന്തും പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പം നിങ്ങളുടെ അതൊരു പ്രൊട്ടക്ഷനായിട്ട് കൂട്ടാം, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇച്ഛാശക്തിയായിട്ട് കൂട്ടാം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. മൂവിങ് ഓൺ ആണ്, മുന്നോട്ട് തന്നെ പോകാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് വന്നാലും പുറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോവുക. അപ്പോൾ നിങ്ങളുടെ വഴി ഇപ്പം ക്ലിയർ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ കൺഫ്യൂസ്ഡ് ഒക്കെ ആയിരുന്ന ആൾക്കാർ കൺഫ്യൂഷനൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ അത് നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങൾ അർഹിക്കുന്നൊരു കാര്യത്തിലേക്ക് നിങ്ങൾ നടന്നു പോവുക എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ്. ഇപ്പം എന്താണ് മനസ്സിലിരിക്കുന്നതെങ്കിലും നിങ്ങൾക്കത് കിട്ടുമെന്ന് കാണുന്നുണ്ട്. പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് വന്നിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് തന്നെ പോകാനുള്ള ഒരു മെസ്സേജാണ് ഇന്നേ ദിവസം കിട്ടിയത്. എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകാൻ. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും, അതങ്ങനെ ചെയ്യണോ, മുന്നോട്ട് പോകണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്ന ആൾക്കാരായിരിക്കാം കുറേയധികം ആൾക്കാർ ഈ ഒരു റീഡിങ് കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു റിപ്പീറ്റായിട്ടുള്ളൊരു മെസ്സേജ് വരുന്നു. നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് മറികടക്കാൻ പറ്റും. ചിലരങ്ങനെ കൺഫ്യൂസ്ഡ് ആയി ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇത്രയും ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയതെന്ന് അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ ചില ആൾക്കാർക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ നല്ലൊരു ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത് വിട്ടിട്ട് കുറച്ച് കഷ്ടപ്പാടുള്ളൊരു ജോലി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക്, യൂറോപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ഞാൻ അങ്ങനെ പോകണോ, എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ അവിടെ പോയാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ അല്ലായിരിക്കാം. പക്ഷേ ഇവിടെ ഉള്ളത് നിങ്ങൾ കംഫർട്ടബിളും ആയിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതത്ര സുഖകരമല്ലാത്തത് കൊണ്ട് പോകണമെന്ന് വിചാരിച്ച ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു പേടിയാണ് പോകണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ധൈര്യമായിട്ട് പോകാനാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച യാത്ര നടക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു യാത്ര നിങ്ങൾക്ക് നടക്കും. അത് ഉടനെ തന്നെ നടക്കും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾ ആ ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ്. ശരിക്കും നിങ്ങൾ ഈ ഭൂമിയിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള അർഹതയുള്ള ആൾക്കാരാണ് എല്ലാവരും തന്നെ. അപ്പം നമുക്ക് പലപ്പോഴും ഭയമാണ്, അയ്യോ അതങ്ങനെ ആയാൽ എന്ത് ചെയ്യും, അത് അങ്ങനത്തെ ഒരു ചിലപ്പോൾ പൈസ ചിലവാക്കുന്നതിലുള്ള ഭയം ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇത് തീർന്നു പോകില്ലേ എന്നുള്ളൊരു ഭയമുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, നമ്മൾ സന്തോഷത്തോടെ പൈസ ചിലവാക്കുക, അപ്പോൾ തിരിച്ചും അതുപോലെ സന്തോഷത്തോടെ പൈസ നിങ്ങളിലേക്ക് തിരികെ വരും. ഹാപ്പി മണി. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ കിട്ടുമ്പം റിസീവ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, അയ്യോ ഇത്രയും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് ചിലവാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാർക്കൊക്കെ. എല്ലാവർക്കും ഏകദേശം അങ്ങനെയാണ്, തീർന്നു പോയല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് വീണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് ഹാപ്പി മണിയായി തിരികെ വരും എന്നുള്ളതാണ്. പിന്നെ ഈ ഭൂമിയിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് ഒരു കാര്യമേ അല്ല. അപ്പോൾ ഇത് കേൾക്കുന്ന കുറച്ച് ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഇനി എന്നാണെന്ന്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ ദൈവം ഏത് വഴിയിലൂടെയാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആകാതിരിക്കുക. നിങ്ങൾക്കൊരു നല്ല സമൃദ്ധി തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ജഡ്ജ്മെൻ്റ് ആണ്. എന്തോ ഒരു കാര്യത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഒരു കോർട്ട് സംബന്ധമായ കാര്യങ്ങൾക്കായിരിക്കാം അതിന് ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്കൊരു പുതിയ തുടക്കമാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇന്ന് ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും അത് നിങ്ങൾക്ക് തരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആണ് എന്നുള്ളതാണ്. പിന്നെ എംപ്രസ് ആണ്. നിങ്ങൾക്ക് ഒരു
മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാനമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്നെ മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് കാണുന്നത്, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ തീർച്ചയായും റെസ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങളെ. ഒരു ശരിക്കും അസൂയയോടെ, അത് നെഗറ്റീവ് സെൻസിലുള്ള ഒരു അസൂയയല്ല, നമുക്കിപ്പോൾ അത് വളരെ സന്തോഷത്തിൽ ഇങ്ങനെ നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. അത്രയും ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാകും നിങ്ങൾക്ക് ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വേയിലാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആകും. നിങ്ങൾ മറ്റുള്ളവരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യിക്കുന്ന ആൾക്കാരും കൂടിയാണ്, അങ്ങനെ കാണുന്നുണ്ട്. ഏസ് ഓഫ് സോഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യത്തിൽ പുതിയ ഒരു വാർത്ത കേൾക്കും എന്നുള്ളതാണ്. പല ശുഭവാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേൾക്കും എന്നാണ്. അത് എന്തു തന്നെ ആയാലും അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ചിലപ്പോൾ ചിട്ടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം. എന്തായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ നേടാൻ പറ്റുന്ന അത്രയുമുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കും. ചിലർക്ക് അത് ജോലിയായിരിക്കാം, ചിലർക്ക് ഒരു എക്സാമിൻ്റെ റിസൾട്ട് ആയിരിക്കാം. എന്തായാലും ശുഭവാർത്ത കേൾക്കും എന്ന് കാണുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷനാണ്, നിങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ടവറാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒരു സംഭവം വന്ന് പെട്ടെന്ന് നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഫുള്ളി ആയിരുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ജീവിതം തന്നെ തകർന്നു പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ആയിരിക്കാം. അപ്പോൾ അവരോട് പറയുന്നതാണ്, നിങ്ങളെ തന്നെ ഒന്ന് ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം ഉണ്ടാക്കിയൊരു കാര്യമാണത്. കാരണം ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ലൈഫ് ടൈമിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകണമായിരിക്കും. ഒരു ടവർ മൂവ്മെന്റ് വന്ന് നിങ്ങൾ എന്തായിരുന്നോ അതിനെ അപ്പാടെ ഇല്ലാതാക്കിയ എന്തോ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം അത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത് കൊണ്ട് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചേഞ്ച് വന്നത് എന്നാണ് കാണുന്നത്. പിന്നെ ഏസ് ഓഫ് ഫാൻസ് ആണ്. ശരിക്കും ഇൻഡ്യൂഷനുണ്ട് നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇതും പുതിയ തുടക്കമാണ്, ഇതും ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കങ്ങൾ ഒരുപാടുണ്ട് പല കാര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലാണെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു തേർഡ് ഐ ഒക്കെ ഓപ്പൺ ആകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർക്കെങ്കിലും അത് തേർഡ് ഐ ആക്റ്റീവായ ആൾക്കാരുണ്ടായിരിക്കാം. പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കാം. അപ്പം നിങ്ങളത് വിശ്വസിക്കുക. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം, എനിക്ക് അത് വെറുതെ തോന്നലാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തോന്നിയ കാര്യം തന്നെ നമുക്കത് റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഇത് ഞാൻ വിചാരിച്ചതല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ എന്നാലും നിങ്ങളെക്കുറിച്ചുള്ളൊരു വിശ്വാസം നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് അത് നിങ്ങൾ വിശ്വസിക്കില്ല. ചിലപ്പോൾ വേറൊരാളാണിത് പറഞ്ഞതെങ്കിൽ നമ്മൾ ആ നിമിഷം ഓർക്കും, ആ ആളിത് പറഞ്ഞതായിരുന്നല്ലോ, ഇത് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന്. പക്ഷേ നിങ്ങളെക്കുറിച്ചാവുമ്പോൾ നിങ്ങൾ അത് അത്രയും വിശ്വസിക്കാൻ പോകില്ല. കാരണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വളരെ മതിപ്പ് കുറഞ്ഞാണ് കാണുന്നതെന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ഒരു ഏസ് ഓഫ് സോഴ്സ് പറയുന്നത്. നിങ്ങൾ അത്രയും ഇൻറ്റ്യൂഷനുള്ള ആൾക്കാരാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ലെവലിലാണ് നിങ്ങളിപ്പോൾ. അപ്പോൾ നിങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് നേരം നമ്മളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മറ്റുള്ളവരെ ഈ ചിന്ത കാട് കയറി വേറെ പലരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഒരു 10 മിനിറ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾക്കുള്ള ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാത്ത ബ്ലോക്കേജസ് എന്താണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങളുടെ പോസിറ്റീവും നിങ്ങളുടെ നെഗറ്റീവും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊന്ന് ബാലൻസ് ചെയ്താൽ നിങ്ങൾ മജീഷ്യനാണ് എന്നുള്ളതാണ്. അത് നിങ്ങളെപ്പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറഞ്ഞത്. കാരണം ഇപ്പോഴും നിങ്ങളൊരു 5 ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ്. പലപ്പോഴും ഉള്ള പല കാര്യങ്ങളും നിങ്ങൾ കാണില്ല. നിങ്ങൾക്ക് എന്തുണ്ട്, എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട്, എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ട്, അത് നിങ്ങൾ കാണാതെ
നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഒരു ദിവസം എല്ലാ ദിവസവും അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മളൊരു 10 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അവനവനെ കുറിച്ച് ചിന്തിക്കുക. നമുക്ക് ഇപ്പോൾ എത്ര വയസ്സായി എന്ന് ചിന്തിക്കുക. ഇതിനിടയിൽ നമ്മളെ ഏറ്റവും വേദനിപ്പിച്ച കാര്യങ്ങൾ ഏതാണ് എന്ന് ചിന്തിക്കുക. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ആ ഒരു പെയിൻ നമുക്ക് വന്നതെന്ന് ചിന്തിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഏതാണെന്ന് ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സന്തോഷവും സങ്കടവും കൂടെ ബാലൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിൽ എത്താൻ ശ്രമിക്കുക. അപ്പം ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ ഒരു ബുദ്ധൻ്റെ ആ ബുദ്ധനായില്ലെങ്കിലും ആ ഒരു വഴിയിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും, തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മജീഷ്യനാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് അറിഞ്ഞുകൂടാന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിങ്ങൾക്ക് പലർക്കും ഇതിപ്പോൾ മനസ്സിലാക്കി ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കും. പക്ഷേ അവരുടെ കഴിവ് എത്രത്തോളം എന്ന് ചിലപ്പോൾ അവരുടെ മാക്സിമം എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കഴിവുണ്ടെന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. അവനവനെ തന്നെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരെ കുറിച്ച്, നമ്മളുടെ കൂടെയുള്ളവരെ കുറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, അവരെങ്ങനെയാണ്. പക്ഷേ ആ ഒരു സമയം നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. അപ്പം നമ്മളെ കഴിവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ തുടക്കം. നിങ്ങളതൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. മജീഷ്യനാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മാജിക്കൽ പവർ ഉണ്ടെന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റേഷനല്ല, അത് വീണ്ടും പറയാൻ തോന്നുന്നുണ്ട്. കാരണം കുറേ പ്രാവശ്യം പറയുമ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു പവറിലേക്ക്, ഒരു മജീഷ്യൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം എന്നാണ് ഇന്ന് ഡിവൈന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് മാച്ചായി തോന്നിയാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു അവനവൻ്റെ പവർ എന്താണ്, അവനവൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.